വനിത സ്വന്തമായി നെയ്തുണ്ടാക്കിയ ഒരു മുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ആ വനിത പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ധരിക്കാൻ വേണ്ടി ഞാൻ തന്നെ നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രമാണിത്, ഒരു മുണ്ടാണ്. ഇത് താങ്കൾ സ്വീകരിക്കണം. വളരെ അതപോടെ, മര്യാദയോടെ, ഭവ്യതയോടെ ആ സ്ത്രീ അപേക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മുണ്ട് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉടുത്തുകൊണ്ട്, ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയാണ്. ആ സമയത്ത് സ്വഹാബികളിൽ പെട്ട ഒരാൾക്ക് ആ വസ്ത്രം ലഭിച്ചാൽ തരക്കേടില്ല എന്നായി. അദ്ദേഹമാണെങ്കിലോ തൻ്റെ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? എത്ര നല്ല വസ്ത്രം, അതെനിക്ക് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട വസ്ത്രം ആ സഹാബിക്ക് നൽകുകയാണ്. എന്നാൽ മറ്റ് സഹാബികൾക്ക് ആ ചോദ്യം തീരെ രസിച്ചില്ല. അവര് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ എന്ത് പണിയാണ് ചെയ്തത്? എന്താണ് ഈ കാണിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വസ്ത്രമാണല്ലോ അത്. അതെന്തിനാ താങ്കൾ ചോദിച്ചു വാങ്ങിയത്? അതെങ്ങനെയാണ് താങ്കൾ ചോദിക്കുക? നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആര് എന്ത് ചോദിച്ചാലും വെറുതെ മടക്കുകയില്ല എന്നുള്ള കാര്യം? എല്ലാം നിന്ന് കേട്ട ശേഷം ആ സ്വഹാബി പറയുകയാണ്, ഞാൻ ഈ വസ്ത്രം വാങ്ങിയത് ഉടുക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയതല്ല, പിന്നെ എൻ്റെ കഫൻ പുടവയാക്കി സൂക്ഷിക്കാൻ ചോദിച്ചു വാങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ വസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഫൻ തുണി. ബറക്കത്ത് നേരെ ഖബറിലേക്ക് സഹാബികൾ കൊണ്ടുപോവുകയാണ്. മഹാന്മാരായ ആളുകൾ സ്പർശിച്ചത്, തൊട്ടത്, ഉപയോഗിച്ചത്, അല്ലെങ്കിൽ തൊട്ടത്, അതിനൊക്കെ ബഹുമാനവും ആദരവും ബറക്കത്തും കൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. സാക്ഷാൽ സ്വഹാബത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പാഠങ്ങൾ പഠിച്ചെടുക്കാവുന്നതാണ്.